എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം 1 യോഹന്നാൻ 17:1. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കുരിശിലൂടെ മഹത്വവൽക്കരിക്കപ്പെടുന്ന ദൈവപുത്രനെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം അറിയപ്പെടുന്നത് കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന പേരിലാണ്. കർത്താവിൻ്റെ വിടവാങ്ങൽ മൊഴികളുടെയും കഷ്ടാനുഭവ വിവരണങ്ങളുടെയും മധ്യത്തിലായി യോഹന്നാൻ ഇത് ഔചിത്യപൂർവ്വം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പ്രാർത്ഥനയുടെ ആദ്യത്തെ 5 വാക്യങ്ങൾ കർത്താവിൻ്റെ സ്വയസമർപ്പണത്തിൻ്റെയും തൻ്റെ ദൗത്യ നിർവഹണത്തിനായി പിതാവിനോട് കഴിക്കുന്ന യാചനകളുടെയും ഒക്കെ ഇതിവൃത്തമാണ്. തന്നെക്കുറിച്ചുള്ള തൻ്റെ ദർശനവും ഈ വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. നാഴിക എന്നത് തൻ്റെ കുരിശുമരണത്തിലൂടെയും ഉയിർത്തെഴുന്നേൽപ്പിലൂടെയും മഹത്വീകരിക്കപ്പെടുന്നതിന് പിതാവ് നിശ്ചയിച്ച സമയമാണെന്ന് സൂചിപ്പിക്കുന്നു. മഹത്വം, മഹത്വീകരണം എന്നീ വേദഭാഗത്തിൻ്റെ പ്രധാന ആശയമാണ് ഈ വേദഭാഗത്ത് നിഴലിച്ച് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, മഹത്വം എന്നത് കുരിശിനെ അനുഭവമാക്കുന്നതാണ്. ഉന്നതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ത്യാഗനിർഭരമായ ഒരു നടപടിയിലൂടെ കടന്നു പോകുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് മഹത്വം എന്ന ആ ഒരു വാക്ക്. ഡോക്സ എന്ന ഗ്രീക്ക് പദമാണത്. അതുകൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളിൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ കടന്നു പോവുക, ഒരു കടപ്പാടിലൂടെ സന്തോഷപൂർവ്വം കടന്നു പോവുക എന്നാണ് ചുരുക്കി അതിൻ്റെ അർത്ഥം. യേശു പിൻപറ്റിയ ജീവിത ശൈലി മുഴുവനും കുരിശ് വഹിക്കുന്നതിൻ്റെതായിരുന്നു. സ്വർഗതലം വെടിഞ്ഞ് ഭൂമിയിൽ വന്നതും ജഡധാരണവും ദാസ്യ ശുശ്രൂഷയും കുരിശിന്റെ ശൈലിയിൽ അനുവർത്തിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ജീവിത അവസാനത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചതല്ല ക്രൂശ് എന്ന് പറയുന്നത്. മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തിൽ പുതിയ മാനവും തലവും സൃഷ്ടിക്കുന്നതിന് ദൈവം വിഭാവനം ചെയ്ത വഴിയായിരുന്നു കുരിശിൻ്റെ വഴി. 2, ഈ പ്രാർത്ഥനയിലൂടെ യേശു പ്രസ്താവിച്ചത് തന്നെ ഭരമേൽപ്പിച്ച കർത്തവ്യം നിറവേറ്റിയിരിക്കുന്നു എന്നാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതാണ് മഹത്വം. സ്വയം ത്യജിച്ച് നൽകുന്ന സഹനാനുഭവത്തിലൂടെ യേശു ലോകത്തോട് പ്രസ്താവിച്ചത് നേടുന്നതിലൂടെയും പിടിച്ചു വയ്ക്കുന്നതിലൂടെയും അല്ല മഹത്വം കരഗതമാകുന്നത് എന്നാണ്. സകലവും നിവൃത്തിയായി എന്ന് യേശു കുരിശിൽ നിന്നും ഒഴിഞ്ഞപ്പോൾ ജീവിത സാഫല്യത്തിൻ്റെ ഒരു അർത്ഥധ്വനിയാണത്. തൻ്റെ ജീവിത ദൗത്യം നിറവേറ്റുന്നതിന് കർത്താവിനെ സഹായിച്ചത് താൻ അനുഭവിച്ച ശക്തമായ പിതൃസാന്നിധ്യ ബോധ്യമാണ്. തൻ്റെ പങ്കപ്പാടുകളുടെ അവസാന നിമിഷങ്ങളിലും പിതൃസാന്നിധ്യമാണ് യേശു അഭിലഷിച്ച് പ്രാർത്ഥിച്ചത്. നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്കും നമ്മുടെ രക്ഷാനായകൻ എന്ന നിലയിലും കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവിത ദൗത്യങ്ങൾ ദൈവസാന്നിധ്യ ബോധത്തിൽ നിവൃത്തിയാക്കി നാം ദൈവത്തിന് മഹത്വം കരയറ്റണം എന്നതാണ്. 3, ദൈവദത്തമായ ആധികാരികത പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് ദൈവമഹത്വം പ്രകടമാകുന്നതെന്ന് ഈ ഭാഗം പറയുന്നു. തനിക്ക് നൽകപ്പെട്ട അധികാരത്തെക്കുറിച്ച് യേശു തമ്പുരാൻ പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുന്നു. ലൗകിക അധികാരങ്ങളല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. സകലർക്കും നിത്യജീവൻ പകരുന്നതിനുള്ള അധികാരമാണ് യേശുവിനുള്ളത്. യേശുവിനെ അറിയുന്നതിലൂടെയാണ് നിത്യജീവൻ അനുഭവമാകുന്നത്. ബാഹ്യമായ അറിവല്ല, പിന്നെയോ അനുഭവതലത്തിൽ
യേശുവിനെ അറിയുന്നതിലൂടെയാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. തന്നെ തന്നെ ലോകവുമായി പങ്കുവച്ചാണ് യേശു ലോകത്തിന് ജീവൻ പകർന്നു നൽകിയത്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തരത്തിൽ ത്യാഗപൂർവം തൻ്റെ ജീവനെ പകർന്നു നൽകിയാണ് യേശു ലോകത്തിൻ്റെ മേലുള്ള തൻ്റെ സ്വാധീനവും അവകാശവും പ്രഖ്യാപിക്കുന്നത്. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ലോകത്തെ ഗുണപരമായ തരത്തിൽ സ്വാധീനിക്കുന്നതിന് കഴിയുന്നവരുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരുന്നു. ജീവിതത്തിൻ്റെ ആധികാരികത ജീവൻ കൊണ്ട് ജീവനെ സ്പർശിക്കുന്നതായതുകൊണ്ട് മാതാപിതാക്കളും മുതിർന്നവരും ഈ ക്രൂശിന്റെ ജീവദായക ദൗത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നേടുന്നതല്ല, നൽകുന്നതാണ് നല്ലത് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. പ്രതിസന്ധികളുടെ മധ്യത്തിലും യേശു അനുഭവിച്ച പിതൃസാന്നിധ്യ ബോധം നമുക്കും ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശാനുഭവങ്ങളിലും സംഘർഷങ്ങളിലും സമ്മർദ്ദങ്ങളിലും കരഗതമാക്കാൻ ഇടയാകട്ടെ. ദൈവ സാന്നിധ്യബോധത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങളെ ചെയ്തു തീർക്കാനുള്ള കൃപ ലഭിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിവസം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല അനുഭവങ്ങളിൽ അവിടുത്തെ കരുണ കൂടെ ഇരിക്കണമേ. ദൈവസാന്നിധ്യ ബോധം നിഴലിച്ചു നിൽക്കുന്ന ജീവിതമായിരിക്കാൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഞങ്ങളുടെ ജീവനയിടങ്ങളിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യ ബോധവും ആ ഒരു വലിയ ബന്ധവും പ്രദർശിപ്പിക്കാനിടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ നിർണായകമായ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. പിന്നിട്ട ജീവിത വഴിത്താരകളിൽ സ്പർശിച്ച ദൈവകൃപ തുടർന്നും അവരെ പിന്തുടരണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.